നമസ്കാരം, എൻ്റെ പേര് ഹരി എന്നാണ്. ഞാനിവിടെ കോട്ടയം ജില്ലയിലെ ആനിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് മഹാലക്ഷ്മി ഗോശാല ആൻഡ് സസ്റ്റൈനബിലിറ്റി ഫൗണ്ടേഷൻ എന്ന പേരിൽ നാടൻ പശുക്കളുടെ സംരക്ഷണ കേന്ദ്രവും അതുപോലെ തന്നെ നാടൻ വിത്തിനങ്ങൾ, പിന്നെ നാടൻ ജീവജാലങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് സംരക്ഷണത്തിൽ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കർഷകനാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഗോശാലയോടനുബന്ധിച്ചാണ് നമ്മൾ ഇതിപ്പോൾ കാണാൻ പോകുന്നതാണ് നമ്മുടെ കളപ്പുര എന്ന് പറയുന്ന പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ധാന്യങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള കളപ്പുര. അത് ആ പേര് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ ഒരു പൈതൃക സംഭവങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരു പൈതൃക സംരക്ഷണ കേന്ദ്രവുമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നതാണ്. അതുകൂടാതെ നമ്മുടെ ഉൽപ്പന്നങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പം നമുക്കൊന്ന് കണ്ടാലോ? അതെ, കളപ്പുരക്കുള്ളിലേക്ക് നമ്മൾ കയറുകയാണ്. കളപ്പുര. കളപ്പുര അത് തുടക്കം തന്നെ ആണ്. നമ്മുടെ നെല്ല് വിത്തുകൾ കൊണ്ട് ഒരു ഇത് ഉണ്ടാക്കിയേക്കാണ്. നേരെ അകത്തോട്ട് വരുമ്പോൾ പത്തായം എന്ന് പറയുന്ന സംഭവമാണത്. പത്തായി, ഇത് നമ്മുടെ പഴയ പത്തായം, പഴയ വിത്തുകളൊക്കെ അല്ലേ സൂക്ഷിച്ചിരുന്നത്. അപ്പൊ ഇവിടെ നമ്മള് ഇങ്ങനെ ഇതാണ് വിത്ത് പെട്ടി എന്ന് പറയുന്ന പേരില് ഒരു വിത്ത് പെട്ടിയുണ്ട്. നമ്മുടെ നാടൻ വിത്തിനങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. നാടൻ വിത്തുകളൊക്കെ ഇവിടെ കിട്ടില്ല. നാടൻ വിത്തുകളാണ്. ചതുരപ്പയർ, ചുവന്ന ചോളം, എല്ലാ ഐറ്റവും ഉണ്ട്. വെണ്ട, വഴുതന, ചീര, പയറ്, അങ്ങനെ പാവല്, പടവലം എല്ലാം ഉണ്ട്. പിന്നെ അതിന് കൂടാതെ തന്നെ നമുക്ക് ജൈവവളങ്ങൾ, ഇതാണ് ഏകദേശം 30-ന് മുകളിൽ ടൈപ്പ് വളങ്ങൾ നമ്മൾ ഈ ജൈവവളം ഇവിടെ കിട്ടും അല്ലേ? എല്ലാവിടെയും മഹാലക്ഷ്മി ജൈവവളം. അതെ, അത് കേരളത്തിലുടനീളം നമ്മൾ ഇതുണ്ടോ ഒരു ഡങ് ട്രക്ക് എന്നുള്ള പേരില് ഒരു നാടൻ പശു അധിഷ്ഠിത ജൈവവളങ്ങൾ അല്ലേ? അതെ. അപ്പൊ ഇവരുടെ ഇതാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത്. സൂക്ഷ്മാണുക്കളുടെ അളവ് നോക്കിയാൽ തന്നെ മറ്റുള്ള ചാണകത്തിൽ നിന്ന് 400-500 മടങ്ങ് വ്യത്യാസമാണ്. ഇത് നമ്മുടെ പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന പാളയുടെ ഇപ്പോൾ ഒന്നുകൂടെ മോഡിഫൈ ചെയ്ത പാള പ്ലേറ്റുകളുണ്ട്. ഗോതമ്പിന്റെ സ്ട്രോ, ഇത് ഗോതമ്പിന്റെയാണ്. ഇതുണ്ട് ഗോതമ്പിന്റെ സ്ട്രോ. അതെ, ബയോഡിഗ്രേഡബിൾ ആണ് ഈ പ്രോഡക്ട്സ് എല്ലാം. പിന്നെ ഇത് അടുക്കളയിൽ ഉപയോഗിക്കാനുള്ള തവി, ചപ്പാത്തിപ്പലക, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. സ്പൂണുകളുണ്ട്, പിന്നെ മൺപാത്രങ്ങൾ, പിന്നെ നമുക്ക് ഭക്ഷണത്തിന് ആവശ്യമായ അരി മുതൽ നാടൻ ഐറ്റംസ് എല്ലാം ഉണ്ട്. അച്ചാറുകള്, പിന്നെ നമ്മുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കളായിട്ടുള്ള കൺമഷി തൊട്ട് നമ്മൾ എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ഇതൊക്കെ പശുക്കൾക്ക് ഉപയോഗിക്കുന്നത്. അതെ. പിന്നെ മില്ലറ്റിന്റെ പ്രോഡക്ട്സ് ആണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മില്ലറ്റിന്റെ കുറെ ഐറ്റങ്ങളുണ്ട്. മില്ലറ്റിന്റെ എല്ലാം ഉണ്ട്. ഫ്ലേക്സ് ഉണ്ട്, നൂഡിൽസ്, സേമിയ, ബിസ്ക്കറ്റ്, റസ്ക്, പിന്നെ പോപ്സ് എന്ന് പറയുന്നുണ്ട്. കടലമിഠായി ഉണ്ട് മില്ലറ്റിന്റെ. അതെ അതെ. പിന്നെ നെയ്യൊക്കെ ഉണ്ടല്ലേ? നെയ്യുണ്ട്, തേനുണ്ട്, പിന്നെ വൈൻ, നമ്മൾ ചെമ്പരത്തിയുടെ ഉണ്ട്, ശംഖുപുഷ്പത്തിന്റെ ഉണ്ട്, എല്ലാ വൈനുകളും ഉണ്ട്. അതെ. പിന്നെ നെല്ലിക്കയുണ്ട്. ആ കാണുന്നതൊക്കെ നമ്മുടെ അവാർഡുകളൊക്കെയാണ് കേട്ടോ. നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ മൃഗസംരക്ഷണ വകുപ്പിന്റെ, ക്ഷീരവികസന വകുപ്പിന്റെ. നിലവിലെ ഏതെല്ലാം അവാർഡുകളാണ് ചേട്ടൻ നേടിയിട്ടുള്ളത്? ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റേറ്റ് അവാർഡാണ്. കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ ജൈവ വൈവിധ്യ പുരസ്കാരമാണ് 2021-22. പിന്നെ ഇത് മൃഗസംരക്ഷണ വകുപ്പിന്റെ മൃഗക്ഷേമ പുരസ്കാരം എന്ന് പറയും. ഇത് കൃഷി വകുപ്പിന്റെ മികച്ച യുവ കർഷകനുള്ള പുരസ്കാരമാണ്. അത് ജന്മഭൂമി ആദരിച്ചതാണ്. ഒത്തിരി പിന്നെ കാണുന്നതെല്ലാം അതെ. പിന്നെ ഇവിടെ ക്ഷീരവികസന വകുപ്പിന്റെ മികച്ച ക്ഷീര സംരംഭകൻ എന്നുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആകാശവാണി FM അവരുടെ ഒരു മികച്ച, ഇപ്പം ഈ ഒരു പാലില്ല എന്നുള്ള പേരിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ജീവിയുടെ അറവുശാലയിലേക്ക് പോയി അറുത്തു മുറിക്കപ്പെട്ട് വെറും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കുന്ന ഒരു ഇത്രയും അമൂല്യമായ ഒരു നിധി, അത് വെറും ഭക്ഷ്യവസ്തു മാത്രമല്ല, അവയുടെ ഒരു സാധ്യതയാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഇതൊന്നുമല്ല, നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് 2-3 വർഷമേ ആകുന്നുള്ളൂ. നമ്മൾ ചുവട് വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ രീതിയിൽ തന്നെ ഇത്രയധികം മാറ്റങ്ങളും ഇത്രയധികം ഉൽപ്പന്നങ്ങളും ഇത്രയധികം വ്യത്യാസങ്ങളും വരുന്ന തലമുറയ്ക്കും നമ്മുടെ തലമുറയ്ക്കും പ്രകൃതിക്കും ഒക്കെ ഉണ്ടാകാൻ സാധിച്ചെങ്കിൽ ഇനി ഇതൊരു ദൗത്യമായിട്ട് നമ്മുടെ ദൗത്യത്തിൽ പങ്കുചേരുകയോ അല്ലെങ്കിൽ പുതിയതായിട്ട് ഏറ്റെടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ മാറ്റങ്ങൾ, നമുക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം നമുക്ക് ഇവരിൽ കൂടി തിരിച്ചു കൊണ്ടുവരാം. ആദ്യമൊക്കെ ഒരു ഭ്രാന്തൻ ചിന്ത എന്നുള്ള രീതിയിൽ മുദ്ര കുത്തിയെങ്കിലും ഇപ്പോൾ വളരെയധികം പേര്, ഇപ്പം സ്കൂളുകളാണെങ്കിൽ തന്നെ 300-500 കുട്ടികൾ വരെ വന്ന ദിവസങ്ങളുണ്ട്. സ്കൂളുകളിൽ നിന്നൊക്കെ വിസിറ്റിങ്ങിന് ആൾ വരുന്നുണ്ട്. ധാരാളം കുട്ടികൾ ദിവസം എന്ന് പറഞ്ഞാൽ തന്നെ എത്തുന്നുണ്ട്. അങ്ങനെ ഒരു തലമുറയെ തന്നെ നമ്മൾ വാർത്തെടുത്ത്
അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുത്ത് അവരെ ഒരു ദിശാബോധവും ഒരു കമ്മിറ്റ്മെൻറ്റും ഒക്കെ ഉള്ള കുട്ടികളാക്കി വാർത്തെടുത്ത് നമുക്കിനിയും നമ്മുടെ തലമുറയും വരുന്ന തലമുറയും ഒക്കെ കാത്ത് സംരക്ഷിക്കാനും നമുക്ക് നഷ്ടപ്പെട്ടു പോയ മൂല്യങ്ങളൊക്കെ തിരിച്ചു പിടിക്കാനും ഒക്കെ ഒരു ദൗത്യത്തിലാണ് നമ്മൾ. എത്രയോ മഹത്തരമായിരുന്നു നമ്മുടെ നാടൻ പശുക്കൾ അല്ലേ. നമ്മുടെ സമയത്ത് അന്യം നിന്ന് പോയി, ഇല്ലെങ്കിൽ അതിനെ ഇല്ലായ്മയുള്ള ശ്രമമൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്നു, നാടൻ പശുക്കളിൽ അധിഷ്ഠിതമായിരുന്നു പണ്ടുകാലത്തെ ജീവിതം തന്നെ. അവരിൽ നിന്ന് കിട്ടുന്നതായിരുന്നു വരുമാനവും സൗന്ദര്യവും എല്ലാം. അപ്പോൾ അതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് അതെല്ലാം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ചാണകം എന്നുള്ള പേരൊക്കെ നമ്മൾ ചീത്ത വിളിക്കാനാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പക്ഷെ അതിൻ്റെയൊക്കെ മഹത്വം അറിയണമെങ്കിൽ നമ്മൾ ഇതിനോടൊക്കെ അടുത്ത് പെരുമാറിയാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഹൈബ്രിഡ് ഇനങ്ങളെ കൊണ്ടുവന്ന് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിൻ്റെ അടങ്ങിയ പാലും അതുപോലെ തന്നെ ദുർഗന്ധമുള്ള ചാണകവും ഒക്കെ ഉപയോഗിച്ചാണ് ഇതിനെ തരം താഴ്ത്തിയത്. എന്നാൽ നമ്മുടെ നാടൻ ഇനങ്ങളെ, ഇത്രയധികം ഇനങ്ങളെ നമുക്ക് കിട്ടാനുണ്ട്. ഒരു പട്ടിയെ വളർത്തുന്ന പാട് പോലും ഇല്ലാതെ പരിപാലിക്കാൻ പറ്റുന്ന പശുക്കളുണ്ട്. എന്നിരിക്കെ തന്നെ ഇതിനെ നമ്മൾ ഈ അറവശാലയിലേക്ക് മാത്രം തള്ളി വിട്ടുകൊണ്ട് നമ്മുടെ ട്രഡീഷനെ എല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ട് നമ്മുടെ ആരോഗ്യവും സൗന്ദര്യവും എല്ലാം നഷ്ടപ്പെടുത്തി ഈ ഭൂമിയെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ നിന്നുള്ള വ്യത്യാസം എന്താണ് നമ്മൾ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിലേക്ക് കൂടുതൽ ആൾക്കാർ ശ്രദ്ധിച്ച് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാൻ നമ്മളും തയ്യാറാണ്. അപ്പോൾ അങ്ങനെ ഒരു നല്ല കാലത്തിലേക്ക് തിരിച്ചു പോകാം എന്നൊരു ആശംസ, ഒരു അഭ്യർത്ഥന എല്ലാവർക്കും നൽകുകയാണ്.